നമസ്കാരം. ദേവസ്വം ബോർഡ് നടത്തിയ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം പ്രതിപക്ഷത്തിന് വിരള് പിടിച്ച് നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ആ അയ്യപ്പ സംഗമം വൻ വിജയമായതോടുകൂടി ബദൽ അയ്യപ്പ സംഗമം നടത്തി. അതുപോലെ തന്നെ BJP-ക്കാരാണെങ്കിൽ മറ്റൊരു അയ്യപ്പ സംഗമം ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തി. ഇങ്ങനെ പല അഭ്യാസങ്ങളും കണ്ടു. അതിനുശേഷം സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണമെന്നും അതുപോലെ തന്നെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റ് എല്ലാ മന്ത്രിമാരും രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല നിലയിലുള്ള പ്രചരണം മാധ്യമപ്രവർത്തകരോടുകൂടി, മാധ്യമങ്ങളുടെ സപ്പോർട്ടോടുകൂടി നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നലെ CM-ന്റെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തോടുകൂടി സകല പരിപാടിയും അവസാനിച്ചിരിക്കുകയാണ്. ആ CM-ന്റെ വാർത്താ സമ്മേളനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 1 മണിക്കൂറോളം നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ ഇവിടുത്തെ ക്ഷേമ പദ്ധതികളെ കുറിച്ചും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആശാ വർക്കർമാരുടെയും അതുപോലെ തന്നെ അംഗനവാടി ഹെൽപ്പർമാരുടെയും സകലമാന തൊഴിലാളികളെയും സാധാരണക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം പ്രധാനമായ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് തുടങ്ങിവെച്ചത്, ഈ പെൻഷൻ എന്ന പദ്ധതി തുടങ്ങിവെച്ചത് LDF സർക്കാരാണ്. നയനാർ സർക്കാർ 1980-കളിൽ തുടങ്ങിവെച്ച ഈ ക്ഷേമ പെൻഷൻ ആദ്യം 45 രൂപയിൽ തുടങ്ങി. അതിനുശേഷം ഇപ്പോ ഇന്നലെ CM പ്രഖ്യാപിച്ച 2000 തുക വരെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ നവംബർ 1 മുതൽ കൊടുക്കുമെന്ന് CM തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ 2000 രൂപ കൊടുക്കുന്നതിൽ UDF സർക്കാരിന്റെ സംഭാവന എന്ന് പറയുന്നത് 100 രൂപ മാത്രമാണ്. ആ 100 രൂപ തന്നെ വർദ്ധിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതും കൊടുത്തത് LDF സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് 500 രൂപ ഉണ്ടായിരുന്ന ആ പെൻഷൻ 600 രൂപയാക്കിയത്. എന്നാൽ 600 രൂപ മന്ത്രിസഭാ തീരുമാനമെടുത്ത് ഉയർത്തിയെങ്കിലും ആ പൈസ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയതിനു ശേഷമാണ് UDF സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാർ 2016-ൽ ഒന്നാം പിണറായി സർക്കാർ അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഈ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് ഈ പൈസ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 1600 ആക്കി പെൻഷൻ, അങ്ങനെ 1600 ആക്കി പെൻഷൻ അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ GST-യും മറ്റ് വരുമാന സ്രോതസ്സെല്ലാം തടഞ്ഞുവതിന്റെ ഫലമായി, കേരളത്തിന്റെ വരുമാന സ്രോതസ്സെല്ലാം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞതിന്റെ ഫലമായി നമ്മൾക്കിവിടെ ഗഡുക്കളായി കൂട്ടുന്നതിന് തടസ്സം വന്നു. പിന്നീട് 1600 രൂപ ആക്കി. ആ 1600 നമുക്ക് പിന്നീട് കൂട്ടുന്നതിനെ സാധിച്ചില്ല. ഇപ്പോ ഈ 2000 രൂപയാക്കി ഇപ്പോ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ എല്ലാ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ട് പോലും നമ്മളിപ്പോ 2000 രൂപ ആക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും 2021-ൽ അധികാരമേൽക്കുമ്പോൾ ഒരു പ്രകടന പത്രിക ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്നു. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് 2500 രൂപ ഈ സർക്കാർ കൊടുക്കുമെന്നായിരുന്നു. എന്തായാലും ഇനി 5-6 മാസം കൂടി ഉണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ 2500 രൂപയും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2500 രൂപ, അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനുശേഷം വൈകുന്നേരം ചാനൽ ചർച്ചയുണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചയിൽ UDF-ന്റെ പ്രതിനിധികളായി വരുന്ന, എല്ലാ ചാനൽ ചർച്ചയിലും UDF-ന്റെ പ്രതിനിധികളായി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ UDF-ന്റെ പ്രതിനിധികൾ എല്ലാം വെടിതീർന്ന അവസ്ഥയിലാണ്. കാര്യം ഈ ഒരൊറ്റ വാർത്താ സമ്മേളനത്തോടു കൂടി സകലമാന പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്.
ആ നിലയിലായിരുന്നു ആ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി UDF ക്യാമ്പ് ആകപ്പാടെ വെട്ടിലായിരിക്കുകയാണ്. എന്തായാലും മാതൃഭൂമി ചാനലിൽ നടന്ന ആ ചാനൽ ചർച്ചയിൽ ജെയ്ക് സി തോമസ് ആയിരുന്നു ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചത്. ജെയ്ക് സി തോമസിന്റെ ആ ചാനൽ ചർച്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജെയ്ക് സി തോമസ്, നമ്മുടെ നാട്ടിൽ ധാരാളം ബമ്പറുകളുണ്ട്. ഓണം ബമ്പറുണ്ട്, പൂജാ ബമ്പറുണ്ട്, ക്രിസ്മസ് ബമ്പറുണ്ട്. ഇതിപ്പോ ജനങ്ങൾക്ക് ഇലക്ഷൻ ബമ്പർ അടിച്ചതാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്താനുള്ള അവകാശം നിർബന്ധമായും നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ആശയധാരകൾ, ചിന്താഗതികൾ വെച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർക്കും ഒക്കെയുണ്ട്. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുള്ള കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലയളവിലെ ജീവിതാനുഭവങ്ങളുള്ള മലയാളിയുടെ മുമ്പിൽ അതൊരു ഇലക്ഷൻ ബമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണമല്ല വാക്ക് പ്രവൃത്തിയായി മാറിയ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ച എന്നായിരിക്കും യുക്തിസഹമായി ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്താൻ, അവർ പ്രതികരണം നടത്താൻ സാധ്യത. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞു, മുന്നണിയിലെ തർക്കങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇത് ടെലിഗ്രാഫാണ്. CM എന്ന രണ്ടക്ഷരങ്ങളുടെ എക്സ്റ്റൻഡഡ് വേർഷൻ അത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റർ അല്ല, മറിച്ച് അത് ക്രൈസിസ് മാനേജറാണ് എന്ന് ടെലിഗ്രാഫ് എഴുതിയത് ഞാനിപ്പോൾ സന്ദർഭവശാൽ ഓർമ്മിക്കുകയാണ്. കാരണം എന്താണ്? നമ്മളുടെ മുമ്പിൽ അനുദിന സാധാരണമായ മഹാപ്രതിസന്ധികളെ നേരിടേണ്ട വന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ സാമ്പത്തിക യുദ്ധം കേരളത്തിന് നേർക്ക് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ രൂപമായ RSS നയിച്ചു. വയനാട് ഉൾപ്പെടെയുള്ള എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വയനാടിനെ സംബന്ധിച്ചുള്ള നിർവചനം. കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്നപ്പോൾ അതിൽ പോലും അന്ധമായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തോട് മലയാളികളോട് കാണിച്ച അനുഭവങ്ങൾ, ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിരുന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും, ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഉണ്ടായത് ശ്രീലങ്കയിലെങ്കിലും കേരളത്തിലെ സവിശേഷ താല്പര്യമുള്ള ചില വാർത്താ മാധ്യമങ്ങൾ അന്ന് വാർത്ത എഴുതിയത് ശ്രീലങ്ക മുടിഞ്ഞ് കുത്തുവാളയെടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ബഹുമാന്യനായ നമ്മുടെ സഹപാനലിസ്റ്റ് ആദരണീയനായ ശ്രീ G. ഗോപകുമാർ അദ്ദേഹം മുമ്പ് സംസാരിച്ചു സാമ്പത്തിക അവസ്ഥകളെയൊക്കെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും ട്രഷറി പൂട്ടാൻ പോകുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നുവെന്നും 5 മാസത്തോളം സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതും റേഷൻ കടയും സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഒഴിഞ്ഞ റാക്കുകളുമായി നിൽക്കുന്നു എന്നുള്ളതും KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ കേരളം തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതും കേരളത്തിൽ 2023 ഓണക്കാലയളവിലെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ആ കേരളം ഇന്നിപ്പോൾ ഇവിടെ എത്തി. C&AG റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തു വന്നത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അപകടപൂർണമായ കടക്കടിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 13 പട്ടികയിൽ കേരളം ഇല്ല. മാത്രവുമല്ല ധനദണ്ഡീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കേരളം പോകുന്നു. ഇതല്ലേ C&AGയുടെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാത്രവുമല്ല ഇപ്പോൾ കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്ന 100 രൂപയിൽ 19 രൂപ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന. 81 രൂപയും സ്വന്തമായി തനത് വരുമാനത്തിലൂടെ കണ്ടെത്തുന്ന കേരളമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം. എങ്ങനെയാണ്? സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ, അംഗനവാടി ജീവനക്കാർ മുതൽ സാക്ഷരതാ പ്രേരകന്മാരും ആശാ വർക്കർമാരും വരെ, സർവകലാശാലകളിലും ഗവൺമെന്റ് കോളേജുകളിലും ജോലിയെടുക്കുന്ന ഗസ്റ്റ് ലെക്ചർമാർ മുതൽ നമ്മുടെ നാട്ടിൽ പ്രീ പ്രൈമറി അധ്യാപകരും അതോടൊപ്പം തന്നെ ആയമാരും, സർക്കാർ ജീവനക്കാരുടെ DADR കുടിശ്ശിക മുതൽ അവരുടെ ശമ്പള പരിഷ്കരണത്തിലെ 3ഉം 4ഉം ഗഡുക്കൾ വരെ എല്ലാം കൊടുത്തു പൂർത്തീകരിക്കാൻ കേരളം തീരുമാനിക്കുന്നു. ലെപ്രസി ബാധിച്ചവർ, ക്ഷയരോഗബാധിതർ, ക്യാൻസർ രോഗബാധിതർ, ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വേർതിരിവുകളും ഇല്ലാതെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഒരേപോലെ പ്രതീക്ഷാ നിർഭരമായ ആശ്വാസ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. അങ്ങ് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ഫ്രീ ബീസിനെ സംബന്ധിച്ചും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. മധ്യപ്രദേശ് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 100 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അങ്ങ് പരിശോധിച്ചു നോക്കുക, ആ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് തുടങ്ങി മറ്റൊരു മാസത്തിൽ അവസാനിച്ചു പോയിരിക്കുന്നു. അത് മധ്യപ്രദേശിലെ വനിതകൾക്കുള്ള പെൻഷൻ സ്കീംസ് പരിശോധിക്കുക, മഹാരാഷ്ട്രയിൽ വനിതകൾക്ക് വേണ്ടി ഉയർത്തിയിരുന്ന പ്രത്യേക പദ്ധതി പരിശോധിക്കുക. എന്തിനധികം ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർ വാഗ്ദാനം ചെയ്തതും ഇപ്പോൾ നിന്നുപോയതുമായ എത്ര പദ്ധതികൾ, എത്ര ഇത്തരത്തിലുള്ള ആശ്വാസ പദ്ധതികളും സ്കീമുകളും ഉണ്ട്, അതൊക്കെ നിന്ന് കിടക്കുകയാണ്. അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വാഗ്ദാനം ചെയ്തതെന്തോ അത് അച്ചടിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ആത്മാഭിമാനത്തോടുകൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ത്, ഞങ്ങൾ പൂർത്തീകരിച്ചതെന്ത്, ഞങ്ങൾ പെൻഷനെ കുറിച്ച് പറഞ്ഞതെന്ത്, ഞങ്ങൾ കൊടുത്തു തീർത്തതെന്ത്. ആ കാര്യത്തിൽ കേരളത്തിന് തന്നെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമല്ലേ? 2016 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായ ചിത്രം എന്താണ്?
അന്ന് ഈ പെൻഷന്റെ തുക 500-600 വർദ്ധിപ്പിച്ച 100 രൂപ വർധനവിന്റെ UDF ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കിട്ടാതെ 1.5 വർഷക്കാലത്തോളം എന്തായാലും കേന്ദ്രം ഈ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയിട്ടും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങൾക്കോ യാതൊരു മുടക്കവും വരുത്താതെ ഈ 5 വർഷക്കാലവും നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ ക്ഷേമ പെൻഷനും ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഈ 5-6 മാസക്കാലത്തിനുള്ളിൽ അടുത്ത 2500 രൂപയായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ആ 2500 രൂപയും കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ആദ്യത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ 1000 രൂപയാക്കി, അത് 1600 രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം 1600 ആക്കിയിട്ടതിന് ശേഷമാണ് 2021 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ 2021 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി 2500 രൂപയാക്കും, ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോ പടിപടിയായി കൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക അടിച്ചമർത്തൽ മൂലമായിരുന്നു. സാമ്പത്തിക അടിച്ചമർത്തൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോ 2000 രൂപയാക്കിയിരിക്കുന്നത്. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ 2500 ആക്കും എന്ന ഈ പിണറായി സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായി 2500 ആക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.